ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണിനെയും നന്ദിനി അമ്മേനെയാണ്. അപ്പോൾ വേണി ആകെ പിണങ്ങി മാറി നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി അമ്മ വന്ന് ആകെ അനുനയിപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നന്ദിനി അമ്മ എന്താ പറയണത്? അപ്പോൾ ആദർശേട്ടൻ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല എന്നാണോ നന്ദിനി അമ്മ പറയണത്? വേണി, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നന്ദിനി അമ്മേനെ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. എങ്കിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ആദർശ് ഒരിക്കലും നിന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതായില്ല. നീ അതൊന്ന് വിശ്വസിക്കുക. അവൻ്റെ തിരക്കുകൾ കാരണം പറ്റിപ്പോയതായിരിക്കാം. നീ ചെല്ലു മോളെ, നീ ചെന്ന് അവനോടൊന്ന് സംസാരിക്കുക. ഇതാ ഇത് പിടിച്ചേ. അപ്പോൾ കൈ പിടിച്ച ഇതേ ചായ കപ്പ് കൊടുക്കുക. ഈ ചായ നീ ആദർശേട്ടന് കൊണ്ട് കൊടു. ആ നന്ദിനി അമ്മേ, നോക്കി നിൽക്കാതെ പോയിട്ട് വാ, ചെല്ല്. അപ്പം പിന്നെ നന്ദിനി അമ്മ പറഞ്ഞാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല വേണിക്ക്. വേണി ഒന്ന് മടിച്ച് നിന്നിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പം നന്ദിനി അമ്മയുടെ വാക്ക് കേട്ടിട്ട് വേണി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ആദർശ് ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് രഞ്ജുവിനോട്. ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. ആ രഞ്ജു, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ, ഹോസ്റ്റൽ റെഡിയായോ? ആ ഹോസ്റ്റൽ ഞാൻ പുറം വേണ്ടാന്ന് വെച്ചു. എനിക്ക് നല്ലൊരു വീട് കിട്ടി, മുകളിലത്തെ നിലയാണ്. പിന്നെ താഴെ ഹൗസ് ഓണറും മോളി ആൻറ്റി. പുള്ളിക്കാരത്തി നല്ല അടിപൊളി രസമുള്ളൊരു ക്യാരക്ടറാട്ടോ. ലേഡീസ് ഹോസ്റ്റലിൽ പിടിക്കാതിരുന്നത് നന്നായി. ഭയങ്കര മടുപ്പുള്ളൊരു പരിപാടിയാണ്. ക്യാമ്പസ് ഹെൽത്തിലെ ഹോസ്റ്റൽ ലൈഫിൻ്റെ ത്രില്ലും സുഖവും ഒന്നും ഈ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലൊന്നും ഉണ്ടാവണമെന്നില്ല. ആദർശേട്ട് ഞങ്ങളുടെ പെൺകുട്ടികളുടെ ഇടയിൽ ഒരു വട്ടപ്പേരുണ്ടായിരുന്നു. അറിയോ ആദർശന്? ബോക്സിങ് ചാമ്പ്യൻ ആയിരിക്കും അല്ലേ? ഈ ബോക്സിങ് ചാമ്പ്യൻ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇരട്ടപ്പേരാണോ? അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലിങ്ങനെ ചിരിച്ചർമാദിച്ചിരിക്കുകയാണ്. അപ്പോൾ വേണി വരുമ്പോഴത്തേനും ഈ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ വേണി നോക്കി, പതിവില്ലാണ്ട് നമ്മുടെ മത്താപ്പൻ്റെ മുഖത്തൊക്കെ ഒരു ചിരിയൊക്കെ പിറ്റേത് വെച്ചിട്ടുണ്ടല്ലോ. എന്തിട്ടാണാവോ കാര്യം? ആ ശരി, ബോക്സിങ് ചാമ്പ്യൻ എന്നല്ല. അപ്പം പിന്നെ വേറെ എന്തായിരുന്നു നിങ്ങളിട്ട വട്ടപ്പേര്? പറയേ. ആദർശേട്ടന് നമ്മുടെ ക്യാമ്പസിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നത് ഓർമ്മയുണ്ടോ? ആ, നമ്മുടെ ക്യാമ്പസിൽ 3 മെഡിക്കൽ ക്യാമ്പ് നടന്നിട്ടുണ്ടല്ലോ. അതിലേതാ രഞ്ജു ഉദ്ദേശിച്ചത്? അത് പറ. അപ്പം നിന്നു. അതെ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ കഥ ആദർശേട്ടനൊന്ന് കേട്ട് നോക്കണം കേട്ടോ. ഞങ്ങളുടെ ക്യാമ്പസിലെ വീരശൂര പരാക്രമിയും ബോക്സിംഗ് ചാമ്പ്യനുമായ ഞങ്ങളുടെ ഒരു സീനിയർ ചേട്ടൻ ക്യാമ്പസിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നപ്പം ഓടിപ്പോയി ബ്ലഡ് കൊടുത്തു കേട്ടോ. അങ്ങനൊരു സംഭവമുണ്ട്. ബ്ലഡ് കൊടുത്തതൊന്നും അല്ല കോമഡി. സ്വന്തം ചോര കണ്ട് നമ്മുടെ സീനിയർ ചേട്ടൻ തല കറങ്ങി വീണു. അതാണ് ഏറ്റവും വലിയ കോമഡി. ബോക്സിംഗ് ചാമ്പ്യൻ തല കറങ്ങി വീണത് അറിഞ്ഞ് ഞങ്ങൾ ജൂനിയർ പിള്ളേഴ്സ് എല്ലാവരും കൂടെ ഓടി വന്നു കേട്ടോ. അപ്പോഴേക്കും കാണായിരുന്നു അവിടെ ഒരു ഭാഗത്ത് കൂടിയിരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ആരാണെന്ന് ഞാനിനി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ആദർശതേണ്ട ചിത്രം വരയ്ക്കാൻ തുടങ്ങി. മൂക്കൊക്കെ ഇങ്ങനെ മിന്നി മറയാണ് ഭാവങ്ങൾ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് വേണി അതിശയത്തോടെ, നമ്മുടെ മത്താപ്പിന് ബോക്സിങ് മാത്രമല്ല കേട്ടോ, കഥകളിയും അറിയാം. എൻ്റെ പൊന്നു, ഫേസിൽ എന്തൊക്കെ രസങ്ങളാ, നവരസങ്ങളല്ലേ മിന്നി മറയണത്. എന്തിട്ടാണാവോ സംഭവം? അതെ, അന്ന് ആദർശേട്ടന് ഞങ്ങളൊരു പേര് ഇട്ടു കേട്ടോ, നിഷ്കളങ്കനായ ബോക്സിംഗ് ചാമ്പ്യൻ. അതിന് ഞങ്ങളൊന്ന് ലൈറ്റാക്കി നിഷ്കു ആക്കി കേട്ടോ. അയ്യേ രഞ്ജു, നിഷ്കുവോ? അയ്യേ അതെ, നിഷ്കു. ഈ കഥ ഞാൻ നമ്മുടെ ബാങ്കിലെ എല്ലാവരോടും പറയൂ കേട്ടോ. അയ്യോ രഞ്ജു, ചതിക്കല്ലേ, ആരോടും പറയരുത് കേട്ടോ, എന്നെ വെറുതെ ചതിക്കല്ലേ. എന്നിട്ട് ആദർശ് ഭയങ്കര സന്തോഷത്തിൽ വീണ്ടും ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വേണി പുറത്തു നിന്നാണ് ഇതെല്ലാം കേട്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വേണി അകത്തേക്ക് കയറി വന്നു. മത്താപ്പേ എന്ന് വിളിച്ച് ആദർശ് ബെപ്പെ വെക്കാൻ തുടങ്ങി. നിങ്ങൾ ആരോടായി ചിരിച്ച് കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറയണത്? ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ, അല്ല ചുള്ള, ആരായിരുന്നു ഫോണിൽ? അതെ, അതൊരു ഫ്രണ്ടായിരുന്നു. ആയാലും ബാക്കായാലും ചായ അങ്ങ് കുടിക്കുക എന്ന് പറഞ്ഞ വേണി ചായ അങ്ങ് കൊടുത്തു. അപ്പോൾ ചായ വാങ്ങിച്ചു കുടിച്ചു. എന്നിട്ട് എന്താണ് രഞ്ജുവിൻ്റെ കാര്യം വേണിയോടൊന്ന് പറഞ്ഞാലോ? അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിട്ട്, അതെ വേണി വേണ്ട, അതെ നിങ്ങൾ ഇതിനോട് കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കാൻ വരണ്ട കേട്ടോ. ആ ചായ കുടിച്ചിട്ട് കപ്പ് ഇങ്ങോട്ടേക്ക് തിരിച്ചതാ എന്ന് പറഞ്ഞ് ആൾ ഭയങ്കര ദേഷ്യത്തിലാണ്. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആൾക്കാരെ ഒന്നും ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, രഞ്ജുവിൻ്റെ കാര്യം ഇപ്പം വേണിയോട് പറയണ്ട, അതാ നല്ലത്.
വേണി ചിലപ്പോൾ തെറ്റിദ്ധരിച്ചാലോ. നിങ്ങളെന്തോ പറയാൻ തുടങ്ങിയല്ലോ, പിന്നെ എന്താ അത് വിഴുങ്ങിയത്? സോറി, നിന്നെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. എന്നിട്ട് ചായക്കപ്പും കൊടുത്ത് വേണി അങ്ങ് പോയിട്ടോ. അപ്പോൾ ആദർശ് വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആദർശിന് അറിയില്ല. വേണി പുറത്തിറങ്ങിയിട്ട് വേണിക്ക് പിന്നെയും സംശയമാണ് കേട്ടോ. എങ്ങനെ സംശയിക്കാതിരിക്കും? ആദർശിനെ ഇതുപോലെ ഹാപ്പി ആയിട്ട് വേണി ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. ചാരങ്ങാട്ട് വീട്ടിൽ നമ്മുടെ ഗൗരി ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രൊഫസറുടെ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ ശംഖ് അങ്ങോട്ടേക്ക് കയറി വന്നു. ആഹാ, ഇതുവരെ എവിടെയായിരുന്നു? ഉച്ചയ്ക്ക് ഇവിടുന്ന് പോയതല്ലേ? എൻ്റെ കിടാവ് ഉത്രാടക്കാവെന്ന് കേട്ടിട്ടുണ്ടോ? രുദ്രമഹാകാളി ക്ഷേത്രം എന്നാണ് യഥാർത്ഥ പേര്. അതാണ് ഉത്രാളിക്കാവായത്. ഇന്നേ ഉത്രാളിക്കാവ് പൂരായിരുന്നേ, മിസ്സാക്കാൻ പറ്റില്ല. ഓഹോ, അപ്പോൾ എന്നെ കൂട്ടാതെ ശംഖു പൂരത്തിന് പോയതല്ലേ? നിന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് തന്നെയായിരുന്നോ? എൻ്റെ ഒപ്പം അജിത്തും ജോജും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ കമലയിടത്തേക്ക് വയ്യാണ്ടിരിക്കല്ലേ, നിനക്ക് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാട്ടോ നിന്നെ ഞാൻ വിളിക്കാണ്ട് പോയത്. തൃശ്ശൂരുകാർക്ക് പൂരം എന്ന് പറഞ്ഞ ഒരു ഭ്രാന്താണല്ലേ? ശരിക്കും പൂരം അത്രയ്ക്ക് രസമാണോ? എൻ്റെ കിടാവേ, ഈ പൂരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ. നമ്മൾ നേരിട്ട് പോയി കാണണം, എന്നാലേ അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു രസം. 3 ദേശക്കാരുടെ പൂരം പഞ്ചവാദ്യത്തോടു കൂടിയാണ് തുടങ്ങണത്. പിന്നെ ഈ 3 ദേശക്കാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് അറിയോ കിടാവിന്? അയ്യോ ഇല്ല, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ശംഖു. എന്തോരം പഠിപ്പുണ്ടായിട്ട് എന്താ കാര്യം? ഇതൊക്കെ അറിയേണ്ടതല്ലേ. 3 ദേശക്കാരെന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി ദേശം, കുമാരനെല്ലൂർ ദേശം, പിന്നെ എങ്കക്കാട് ദേശം. ഈ 3 ദേശക്കാരുടെയാണ് പൂരം. മനസ്സിലാകുന്നുണ്ടോ? വടക്കാഞ്ചേരി ദേശം ഉണ്ടല്ലോ, അവർ നമ്മുടെ പഞ്ചവാദ്യം കഴിഞ്ഞ് ഉത്രാളിക്കാവിലേക്ക് അങ്ങ് വിട്ടുപിടിക്കും. എങ്കക്കാടും കുമാരനല്ലൂരും അമ്പലത്തിൽ വന്നിട്ട് നടപ്പുരയിലാണ് കേട്ടോ അവരുടെ പഞ്ചവാദ്യം. 2 ടീമിൻ്റെയും നല്ല ഗംഭീരമായ ഒരു കൂട്ടി എഴുന്നള്ളിപ്പ്. 3 ടീമോട് ഒന്നിച്ച് നിന്നിട്ടുള്ള ഒരു കൂട്ടി എഴുന്നള്ളിപ്പ്. കൂട്ടി എഴുന്നള്ളിപ്പിന് മുൻപ് അതിഗംഭീരമായ 3 ടീമിൻ്റെയും വെടിക്കെട്ട്. പക്ഷേ ആ പഴയ പോലൊന്നുമില്ല കേട്ടോ. ആ വെടിക്കെട്ടിൻ്റെ പവറൊക്കെ കുറഞ്ഞു. എന്ത് ചെയ്യാനാ? മുമ്പ് ഉത്രാടക്കാവെന്ന് പറഞ്ഞാലേ വെടിക്കെട്ടായിരുന്നു കേട്ടോ മെയിൻ. അതൊന്ന് കേൾക്കേണ്ട തന്നെയാണ്. മേളം എന്ന് വെച്ചാൽ ആരുടെ മേളാണെന്ന് അറിയോ മോളെ? പെരുവനം കുട്ടന്മാരാരുടെ മേളം. എൻ്റെ മോളെ, ഒന്നൊന്നര മേളാട്ടോ അത്. ശങ്കർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പൂരം കാണാൻ എനിക്കും കൊതിയാവുക. എൻ്റെ പെണ്ണെ, കാണുവാണെങ്കിലുണ്ടല്ലോ ആറാട്ടുപുഴ പെരുവനം പൂരം കാണണം കേട്ടോ. ഓഹോഹോഹോ, ഇത്രയും ചടങ്ങുകളുള്ള, ഇത്രയും ആചാരാനുഷ്ഠാനങ്ങളുള്ള പൂരം വേറെ ഇല്ല കേട്ടോ. ദേവസംഗമാണെന്ന് പറയുന്നതായിരിക്കും ശരി. ഭൂമിയിലെ ദൈവമേള അതാട്ടോ കാണേണ്ടത്. അത് കണ്ടില്ലെങ്കിൽ നഷ്ടാട്ടോ. വിഷമിക്കണ്ട കേട്ടോ. ഇത്തവണ ആറാട്ടുപുഴ പെരുവന പൂരത്തിന് നമുക്ക് പോവാട്ടോ ഗൗരിയെ. കുട്ടന്മാരാരുടെ മേളത്തിനൊപ്പം തുള്ളി മേയാണ്ടായി കുഴഞ്ഞു പോയിട്ടാ. ഇനിയൊന്ന് ഉറങ്ങിയാൽ മതി. അയ്യേ, കുളിക്കാൻ തുടങ്ങാനോ? പോയി കുളിക്കാൻ നോക്ക്. ഞാൻ ശരി കുളിക്കാം, പക്ഷെ നീ എന്നെ കുളിപ്പിച്ചു തരുമോ? അയ്യടാ, നീ കുളിപ്പിച്ചു തരുവാണെങ്കിൽ ഞാൻ കുളിക്കാം. അങ്ങനെ ഞാൻ കുളിപ്പിച്ചിട്ട് എൻ്റെ കുട്ടിശങ്കരനെ അങ്ങനെ ഇപ്പോൾ കുളിക്കണ്ട, തന്നെ അങ്ങ് കുളിച്ചാൽ മതി. അയ്യടാ, ഓ നിനക്ക് അത്രയ്ക്ക് പിടിവാശിയാണെങ്കിൽ ഞാൻ തനിയെ അങ്ങ് കുളിച്ചോളാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇത്രയും നാളെ ഞാൻ കുളിച്ചതേ നീ കുളിപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ. അതായിരിക്കും നല്ലത്. കുളിക്കണതിന് മുന്നേ ഒരു ചൂട ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു. അത് പറ്റുമോ? ഒരു ചായ കിട്ടുമോ? എൻ്റെ ശംഖു ഒരു ചായ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ മോശമല്ലേ? ചായ ഞാൻ ഇപ്പം കൊണ്ടുവരാം. കുളിക്കാനായിട്ട് വേഗം റെഡിയായി നിൽക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗൗരി നേരെ കിച്ചണിലേക്ക് പോയി ശംഖുവിന് ചായ എടുക്കാൻ. അപ്പോൾ വേണ്ട നമ്മുടെ അടിമക്കണ്ണ കിച്ചണിൽ നിൽപ്പുണ്ട്. മേഡത്തിനെ വിശ്വസിച്ചു എന്ന ഇതിലാണല്ലോ നിൽക്കണത്. അപ്പോൾ വേഗം ഗൗരി അവിടെ ചെന്നു. ഇങ്ങനെ ചായ വെക്കാൻ പാത്രമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അവരും എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ചെന്നിട്ട് മേഡം ഇവിടെ ഇരുന്നോ, ഞാൻ ചായ വെച്ചോളാം എന്ന് പറഞ്ഞു. മേഡം ഇനി ഒരു പണിയും ചെയ്യണ്ട, എന്ത് ജോലി ചെയ്യേണ്ടതെന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. മേഡം ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരുന്നച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ സമയത്താണ് രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് പറഞ്ഞത്. കസേര മാത്രം ആക്കണ്ട, മേഡത്തിന് ഒരു ഫാനോടെ വെച്ച് കൊടുക്കുക, സുഖിച്ചിരിക്കട്ടെ. നിനക്ക് ശമ്പളം തരുന്നത് നിൻ്റെ മേഡമല്ല, ഞാനാ.
ഗൗരിയുടെ ജോലി ചെയ്യാൻ അവക്കറിയാം. നീ നിന്റെ പണിയെടുത്താൽ മതി. മനസ്സിലായോ എന്ന് ചോദിച്ചു രാധാമണി. മേഡത്തിനെ സഹായിക്കുന്നതും എൻ്റെ ജോലിയാണല്ലോ കൊച്ചമ്മേ. ഓഹോ, അപ്പോൾ നിനക്കെന്നെ എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ വന്നു തുടങ്ങിയോ? ഇവളെ കണ്ടിട്ടായിരിക്കും അല്ലേ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ നീ ഒരു കാര്യം കേട്ടോ, ദേ നിന്റെ മേഡത്തിൻ്റെ കൂടെ കൂടിയാൽ നിന്റെ ഗതി അതോ ഗതിയായിരിക്കും. അത് നീ മറന്നു പോകണ്ട കേട്ടോ, മനസ്സിലായോ? മേഡം കാരണമല്ലേ എൻ്റെ ജോലി ഇപ്പം തിരിച്ചു കിട്ടിയത്. അത് പോകാതിരുന്നത് കൊണ്ട് അതിൻ്റെ നന്ദി ഞാൻ കാണിക്കണ്ടേ എന്ന് ചോദിച്ചു. ഗൗരി, നീ ആണെന്താണെങ്കിലും കൊള്ളാലോ. എന്നെ അനുസരിച്ച് മാത്രം ശീലിച്ചിരുന്ന ഇവളെ നിന്റെ പക്ഷത്താക്കിയല്ലേ ഇവളെ. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അമ്മേ, ഇവരെ ഞാൻ സഹായിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അമ്മ അത് കരുതുന്നത് പോലെ ഇവരെ എൻ്റെ പക്ഷത്താക്കാനായിട്ട് ഒന്നും ആയിരുന്നില്ല. മറിച്ച് ഇവരെ സഹായിക്കണം, അവരുടെ അവസ്ഥ ഓർത്ത് ഞാൻ സഹായിച്ചതാ. എൻ്റെ മുന്നിൽ നീ വെറുതെ നന്മമരമൊന്നും കളിക്കണ്ട കേട്ടോ. നിൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഗൗരി. അതുകൊണ്ട് നീ ആദ്യം എൻ്റെ മോനെ നിൻ്റെ വരുതിയിലാക്കി. അവൻ്റെ ലോകം ഇപ്പം നീ തന്നെയല്ലേ. പെങ്കോന്ന് എന്ത് പറയാനാ. അതെ, അതിനുശേഷം അതിവിദഗ്ധമായിട്ട് നീ ഇവളെയും നിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നു. പതിയെ പതിയെ ഈ വീടിൻ്റെ അധികാരം നിൻ്റെ കൈക്കുള്ളിലാക്കാനായിട്ടാണ് നീ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഗൗരി എന്ന് പറഞ്ഞു. ഗൗരി, പക്ഷേ നീ ഒരു കാര്യം നീ മറന്നു പോവരുത് കേട്ടോ. അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. നിനക്കെതിരെ നിൽക്കുന്നത് ഞാനാ, ഈ രാധാമണി തങ്കച്ചി. അത് നീ മറന്നു പോണ്ട. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയിൽ. അത് പഴഞ്ചൊല്ലല്ലേ, അത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ ഗൗരി. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നിട്ട് രാധാമണി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഗൗരിയും അവരുമായി, മേഡം എന്തിനാ തോറ്റു കൊടുക്കുന്നത്? നല്ല 4 വർത്തമാനം അങ്ങോട്ടേക്ക് തിരിച്ച് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? ഞാനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ ഞങ്ങളത് തീർത്തോളാം. നിങ്ങളതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞു ഗൗരി. മേഡത്തിനെ ഓരോന്ന് പറയുന്നത് കേട്ട് എനിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റണില്ല. സഹിക്കാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളിവിടെ ജോലി ചെയ്യണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കോ. മേഡം വേണേ എന്നെ പിരിച്ചു വിട്ടോ. എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. മേഡം ഒരു പാവമായതുകൊണ്ടാണ് കൊച്ചമ്മ തലയിൽ കയറണത്. കൊച്ചമ്മയ്ക്ക് ഈ വീടിൻ്റെ അധികാരം കൈവിട്ടു പോകും എന്നുള്ള പേടിയാ മേഡം. ഞാനൊരു കാര്യം പറയട്ടെ, മേഡം വിട്ടുകൊടുക്കരുത്. വാശിക്ക് മേഡം ഈ വീടിൻ്റെ അധികാരം പിടിച്ചെടുക്കണം. കൊച്ചമ്മയുടെ അഹങ്കാരത്തിൻ്റെ മോനെ ഒടിച്ചു കൊടുക്കണം. നിങ്ങളുടെ വരുമാനം മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് നിങ്ങളെ ഞാൻ സഹായിച്ചത്. അല്ലാതെ അതിന് മറ്റൊരർത്ഥമില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? ആ, മനസ്സിലായി. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നവരെ എനിക്കിഷ്ടമല്ല. പിന്നെ ഈ വീടിൻ്റെ അധികാരം എന്നും അമ്മയ്ക്ക് തന്നെയാണ്. അത് മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനമെടുത്തത് അമ്മ മാത്രമാണ്. അമ്മ സമ്മതിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. ആ അമ്മയാണോ നിങ്ങളിപ്പോൾ കുറ്റം പറയണത്? നിങ്ങൾക്ക് നാണാവില്ലേ? ഇനി മേലിൽ എൻ്റെ മുന്നിൽ വെച്ച് അമ്മയെ കുറ്റപ്പെടുത്തരുത്. മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങളിൽ നിന്നുണ്ടായാൽ ഞാനായിരിക്കും നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുന്നത്. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കില്ല മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി അവിടെ നിന്നും ഇവർ വേഗം തന്നെ അങ്ങനെ കുറച്ച് നേരം ഒന്ന് നോക്കി. എന്നിട്ട് വേഗം തന്നെ വീണ്ടും, അതെ മേഡം, ഞാൻ സഹായിക്കാം. എൻ്റെ ജോലി ചെയ്യാനായിട്ട് എനിക്കറിയാം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യാൻ നോക്ക്. അപ്പോൾ അവർ വേഗം തന്നെ തവി അവിടെ വച്ചിട്ട് നേരെ അകത്തേക്ക് പോയി. അപ്പോൾ രാധാമണിയുടെ അടുത്തേക്കാണ് നമ്മുടെ അടിമക്കണ്ണ് പോയിരിക്കുന്നത്. രാധാമണിയുടെ അടുത്തേക്ക് ചെന്നു. ആ, നിൻ്റെ മേഡം എന്തു പറയുന്നു? നമ്മുടെ നാടകം അവൾ വിശ്വസിച്ചോ? വിശ്വസിച്ചു കൊച്ചമ്മേ, വിശ്വസിച്ചു. കൊച്ചമ്മ എന്നെ ഇവിടെ പിരിച്ചുവിട്ടതും മേഡം ഇടപെട്ട് എന്നെ ജോലിയിൽ തിരിച്ചെടുത്തതും എല്ലാം കൊച്ചമ്മയുടെ ബുദ്ധിയായിരുന്നു എന്ന് മേഡത്തിന് ഇതുവരെ ഒരു സംശയവും തോന്നിയിട്ടില്ല. അപ്പോൾ ആൾ ചിരിച്ചുകൊണ്ട് നിൽക്കാം. നന്നായി. നീ സമയം പാഴാക്കാതെ തന്ത്രപരമായ രീതിയിൽ നീ എങ്ങനെയെങ്കിലും അവളുടെ ആ ഫോണൊന്ന് കൈക്കലാക്കണം. അത് ഞാൻ ഈറ്റു കൊച്ചമ്മേ. പിന്നെ എന്താ? വേണ്ട, ഇനിയിപ്പോൾ ഞാനായിട്ട് വെറുതെ ഒരു കുടുംബകലഹം ഉണ്ടാക്കുന്നില്ല. അതെന്താ അങ്ങനൊരു വർത്തമാനം? നീ പറയാം. അപ്പം എന്നെപ്പറ്റി എന്തോ അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല കൊച്ചമ്മേ, ഒന്നും പറഞ്ഞിട്ടില്ല. അതല്ല, നീ കിടന്ന് ഉരുളണ്ട. അവൾ എന്തോ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് മനസ്സിലായി. നീ പറയാ,
അവൾ എന്താ പറഞ്ഞത് അതെനിക്കറിയണം. അതിപ്പോൾ ഞാനിപ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് കൊച്ചമ്മയോട് അതൊന്ന് പറയാം? നിൻ്റെ വായി കിടക്കുന്ന ആ നാക്ക് കൊണ്ട് നീ അതങ്ങ് പറഞ്ഞാൽ മതി. കൊച്ചമ്മേ, മേഡത്തിൻ്റെ മനസ്സിലിരിപ്പ് ഇത്തിരി പ്രശ്നമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വീടിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ തന്നെയാണ് മേഡത്തിൻ്റെ തീരുമാനം. ഓഹോ, അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞു അല്ലേ? പറഞ്ഞു. അതുമാത്രമല്ല, കൊച്ചമ്മയെ ഒന്നും അല്ലാതാക്കി ഒരു മൂലക്കിരുത്തുമെന്നും ഒരു വാശി പോലെയാ എന്നോട് പറഞ്ഞത്. ആഹാ, അപ്പം അങ്ങനെയാണ് അവളുടെ ഉള്ളിലിരിപ്പ്. അതാണല്ലേ ഈ രാധാമണി തങ്കച്ചീനെ ഒന്നും അല്ലാതാക്കി ഒരു മൂലക്കിരുത്താൻ. അവൾ വളർന്നോന്ന് എനിക്കൊന്നറിയണം, അറിയിച്ച് കൊടുക്കാൻ ഞാൻ. ഇനി അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, നീ എത്രയും പെട്ടെന്ന് ആ ഫോണൊന്ന് കൈക്കലാക്കി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ആ വീഡിയോ ആണല്ലോ എനിക്കെതിരെയുള്ള അവളുടെ ആയുധം. അത് വേണം നിർവീര്യമാക്കാൻ. അത് അവളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. അതോടെ അവൾ എന്നോട് ചെയ്ത എല്ലാത്തിനും ചേർത്ത് പലിശ സഹിതം ഞാൻ അവൾക്ക് തിരിച്ചടി കൊടുത്തിരിക്കും. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ അടിമയെ പോലെ അവൾ ഈ വീട്ടിൽ കഴിയും, അല്ലെങ്കിൽ ഈ രാധാമണി കഴിയിക്കും. എന്നിട്ട് ഇനി ഞാൻ അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് രാധാമണി ദൃഢപ്രതിജ്ഞയ്ക്ക് എടുത്ത് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആരതിയും നമ്മുടെ വേണിയും ആദർശും ശ്യാം സാറും നന്ദിനിയമ്മയും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ ആദർശ് ഇതൊന്നും അറിയുന്നില്ല. ആൾ ഫോണിനകത്ത് അങ്ങ് കയറിയിരുന്നിരിക്കുകയാണ്. എന്നിട്ട് ചിരിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് ഫോൺ കാണുന്നത് കേട്ടോ. അപ്പോൾ ശ്യാം സാറിനോട് മുത്തശ്ശി സംസാരിക്കുകയാണ്. ശ്യാമേ, ഇതേ മിഥുൻ്റെ വീട്ടുകാർ ഈ ആഴ്ചയല്ലേ നമ്മുടെ ആരതി മോളെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. അയ്യോ നന്ദിനിയമ്മേ, അവർ വരുമ്പോഴേ ഈ പട്ടുപാവാടക്കാരിയെ ഞാനാട്ടോ ഒരുക്കുന്നത്. എൻ്റെ വണ്ണാൻ്റെ ഒള്ളിയൊരു നാട്ടോൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ആദർശ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആൾ ഭയങ്കര ഇതിലാണ്. നിൻ്റെ ഡോക്ടർ ചുള്ളൻ്റെ അച്ഛനും അമ്മയെ ഞെട്ടണം കേട്ടോ. അങ്ങനത്തെ രീതിയിൽ ഞാൻ നിന്നെ ഒരുക്കി തരാട്ടോ. എന്താ, സെറ്റാക്കി തരാന്നേ? അല്ല, വലിയ ഒരുക്കമൊന്നും വേണ്ട വേണി. സാധാരണ രീതിയിൽ അവർ ആരതി മോളെ കണ്ടച്ചാൽ മതിനേ. എൻ്റെ നന്ദിനിയമ്മയെ ഒന്നടങ്ങിയിരുന്നേ. നമ്മുടെ ആരതി മോളെ കാണാൻ വരുന്നതേ ഒരു ഡോക്ടർ ചുള്ളനാണ് കേട്ടോ. അപ്പം പിന്നെ സിമ്പിൾ ഒരുക്കമൊന്നും പോരെ നന്ദിനിയമ്മേ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ ഈ ആദർശ് ഇതൊന്നും അറിയാതെ വീണ്ടും ഫോണിനകത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ശംസാറും നന്ദിനിയമ്മയൊക്കെ നോക്കി ആദർശ് ഇതൊന്നും അറിയുന്നില്ല എന്ന്. അതെ മിഥുൻ്റെ, നിങ്ങൾ ഈ ധൃതിയൊന്നും വെക്കണ്ട. ഈ ആഴ്ച വരാൻ പറ്റില്ല എന്ന് മിഥുൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. എന്തോ അസൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ? ഈ ആഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പെട്ടെന്ന് മാറാനായിട്ട്? എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? വേറെ എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും, അതായിരിക്കും. അതൊന്നും അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അതങ്ങനെയല്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ആദർശ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആദർശ് ഫോണിനകത്ത് തന്നെയാണ് വേണിങ്ങനെ നോക്കിയിരുന്നിട്ട്, എൻ്റെ മനുഷ്യ, നിങ്ങൾ കുറേ നേരമായില്ലേ ഈ മൊബൈലിൽ നോക്കുന്നത്? ഞങ്ങളിവിടെ പറയണ വല്ല നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തൊട്ട് കേൾക്കുന്നുണ്ടെന്നായി പറയണത്? ദേ മര്യാദയ്ക്ക് ഫോൺ താഴെ വയ്ക്കും മനുഷ്യ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നോക്കി നിന്നിട്ട് മുത്തശ്ശി, ഇവനീ ശീലം ഇല്ലാതിരുന്നാണല്ലോ. ആരതിയുടെ ശീലങ്ങൾ നീയും തുടങ്ങിയോ? മുത്തശ്ശി എന്തേ മുത്തശ്ശി എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് നേരം ഇരുന്നിട്ട് വേഗം തന്നെ ഈ ഫോണിൽ, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ, കൊള്ളാം. അപ്പം ആദർശേ, നീ ആ ഫോൺ മാറ്റി വെച്ചിട്ട് ആഹാരം കഴിക്കാൻ നോക്ക്. അച്ഛാ ദേ ഈ ഫോട്ടോ ഒന്ന് കണ്ടേ എന്ന് പറഞ്ഞു. അപ്പം ഇത് കണ്ടപ്പോഴത്തേനും പ്രൊഫസറും നന്ദിനിയമ്മയൊക്കെ പൊട്ടിച്ചിരിക്കണം. പ്രൊഫസർ പതിവില്ലാണ്ട് ചിരിക്കണ്ടല്ലോ, എന്തുട്ടാണ് അവ സംഭവം? ഒന്നും മനസ്സിലാവാതെ വേണി. അപ്പം ആരതി പറഞ്ഞു, എന്നെ കൂടി ഒന്ന് കാണിക്ക്, ഞാനും നോക്കട്ടെ. ഇത് മറ്റേ ഫോട്ടോയല്ലേ എന്ന് ചോദിച്ചു. മറ്റേ ഫോട്ടോയോ? ഇത് ഏത് ഫോട്ടോയാണെന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു. ആദർശിനെ മിമിക്രിക്ക് യൂണിവേഴ്സിറ്റിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ എടുത്ത ഫോട്ടോയാ. മിമിക്രിയോ എന്ന് ചോദിച്ച് ഞെട്ടിപ്പോയി വേണി. ഈ മാക്രിയും മിമിക്രിയും ചെയ്യുമോ എന്നോട് മെട്ടല്. പിന്നെ ചുമ്മാതെയാണോ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടിയത്? അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ വേണി. ഇങ്ങനെ നോക്കുക. എൻ്റെ പൊന്നോ, ഇയാൾ ഭയങ്കര ദുരൂഹതയാണല്ലോ. നാട്ടിൽ ബോക്സിംഗ് ചാമ്പ്യൻ, കോളേജിൽ മിമിക്രി ചാമ്പ്യൻ, നിസ്സാരക്കാരനല്ലോ. ബൊമ്പൻ സെറ്റപ്പ് തന്നെ. അല്ല, ഈ ഫോട്ടോ നിനക്കിപ്പോൾ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു മുത്തശ്ശി.
മുത്തശ്ശി അത് പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ മുത്തശ്ശി, ഒരു ഭയങ്കര രസമുള്ളൊരു കഥയാട്ടോ. ഞങ്ങളുടെ ബാങ്കിലെ ഇന്ന് പുതിയൊരു സ്റ്റാഫ് വന്നു, ഒരു പെൺകുട്ടി. അപ്പം തന്നെ വേണിയുടെ പകുതി ജീവൻ പോയി. വേണിയൊന്ന് ഞെട്ടി. സംസാരിച്ചപ്പോഴറിഞ്ഞത് ആ കുട്ടി എൻ്റെ ജൂനിയറായിട്ട് എൻ്റെ അതേ കോളേജിൽ തന്നെ പഠിച്ചതാണെന്ന്. അതേനെ, പേര് ശിവരഞ്ജിനി എന്നാണ്. അതാ ആ കുട്ടിയുടെ പേര്. രഞ്ജു എന്ന് വിളിക്കും. അപ്പം തന്നെ വേണി നെറുകി കയറ്റി ഭക്ഷണമൊക്കെ കൂടി. ഓ, നീ വാരി വലിച്ച് കഴിക്കാതെ തൊണ്ടേ കുരുങ്ങും, സൂക്ഷിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു ആദർശ്. എൻ്റെ ഈശ്വര, തൊണ്ടയിലല്ലോ, എൻ്റെ മനസ്സിലാട്ടോ ഇപ്പോൾ കുരുങ്ങിയത്. ആകെ വിഷമിച്ചിരിക്കുകയാണ് വേണി. അതോടെ വേണിയുടെ സകല സമാധാനവും പോയി. എന്നിട്ട് ആദർശിനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.